ശാന്തമായിട്ടിരിക്കാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഗ്രേസി, കണിച്ചാറിൽ നിന്ന് വരുന്നു. ബന്ധുവിനായി ഈശോയുടെ മുമ്പിൽ കെട്ടിയിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി സ്ഥലം വിൽപ്പന നടന്നു. ഈശോയുടെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന 33 പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കുകയും 101 പ്രാവശ്യം ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി 10 സെൻറ്റ് സ്ഥലവും വീടും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് എനിക്ക് 30 സെൻറ്റ് സ്ഥലവും ഒരു നല്ല വീടും നൽകി ഈശോ അനുഗ്രഹിച്ചു. എൻ്റെ മോളുടെ ഓവറയിൽ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. കർമ്മല മാതാവിൻ്റെ തിരുനാൾ ദിവസം മാധ്യസ്ഥം യാചിക്കുകയും മുട്ടയിൽ വലിയുകയും സിസ്റ്റ് മാറിത്തന്നാൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേരുകയും ചെയ്തു. 23-ാം തീയതി സ്കാൻ ചെയ്തപ്പോൾ ഒരു കുഴപ്പവുമില്ലെന്നും സിസ്റ്റ് ഇല്ലെന്നും ഡോക്ടർ പറഞ്ഞു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന ബന്ധുവിനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും അമ്മ ത്രേസ്യയ്ക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന റാംസനച്ചനും കോടാനുകോടി നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഓവറിയിലുണ്ടായിരുന്ന സിസ്റ്റ് ഓപ്പറേഷൻ കൂടാതെ തന്നെ കർത്താവ് സുഖപ്പെടുത്തിയതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് ജെസി, ഞാൻ നുച്ചിയാട് നിന്ന് വരുന്നു. എനിക്ക് 8 വർഷത്തോളമായി നടുവിന് വേദന മൂലം കുനിഞ്ഞു നിന്ന് ഒരു ജോലിയും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ഞാൻ ആവിലാസത്തിന് വന്ന് മുട്ടയിൽ വലിഞ്ഞ് പ്രാർത്ഥിച്ചതിന് ഫലമായി എൻ്റെ നടുവിന് വേദനയും വെട്ടലും പൂർണ്ണമായും സുഖമായി. എനിക്ക് ഈ അനുഗ്രഹങ്ങൾ തന്ന ബന്ധുവിനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവിലായിലെ അമ്മ ത്രേസ്യയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അച്ഛന്മാർക്കും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഈശോയേ ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് സാലി, സ്ഥലം വെളിമാനം. എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത്. മൂത്ത മോൻ്റെ വിവാഹം നിശ്ചയിച്ചതിന് ശേഷം പെൺകുട്ടിയുടെ വിസ പുതുക്കി കിട്ടുവാൻ താമസിക്കുന്നതുകൊണ്ട് നിശ്ചയിച്ച സമയത്ത് വിവാഹം നടക്കാതെ ഞങ്ങൾ വിഷമിച്ചു. ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു, ലീവ് എടുത്ത് വെഡ്ഡിംഗ് കാർഡ് പോലും പ്രിൻ്റ് ചെയ്തിരുന്നു. ഈ വിഷമഘട്ടത്തിൽ ആവിലായിൽ വന്ന് റാംസനച്ചനെ കണ്ട് പ്രാർത്ഥിച്ചു. വ്യാഴാഴ്ച ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. സാക്ഷ്യം എഴുതിയിടാമെന്ന് നേർന്നു. അതിൻ്റെ ഫലമായി വിവാഹത്തിന് 3 ആഴ്ച മുമ്പ് വിസ പുതുക്കി കിട്ടുകയും നിശ്ചയിച്ച ദിവസം തന്നെ വിവാഹം നടക്കുകയും ചെയ്തു. ഇത്രയും അനുഗ്രഹം തന്ന ബന്ധുവിനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും പ്രാർത്ഥിച്ച റാംസനച്ചനും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് ലിസി, ഞാൻ പയ്യാവൂരിൽ നിന്ന് വരുന്നു. ഞങ്ങളുടെ സ്ഥലം വിൽക്കുവാൻ നോക്കിയിട്ട് നടക്കാത്തതിനാൽ ഞാൻ ഇവിടെ വന്ന് ബന്ധുവിനായ ഈശോയുടെ മുമ്പിൽ നിയോഗം എഴുതിയിട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഞങ്ങൾ സ്ഥലം വിൽക്കുവാൻ സാധിച്ചു. കൂടാതെ എൻ്റെ മകളുടെ കല്യാണം കഴിഞ്ഞ് 2 വർഷമായിട്ടും ഒരു കുഞ്ഞുണ്ടാകാത്തതിനാൽ ഞാൻ ആവിലായിൽ വന്ന് മുട്ടയിൽ എഴുതുകയും നിയോഗം എഴുതിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. എൻ്റെ മോൾക്ക് ഒരു ആൺകുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു. ബന്ധുവിനായ ഈശോയ്ക്കും ആവിലായിലെ അമ്മ ത്രേസ്യയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. സ്ഥലം വിൽക്കാൻ സാധിച്ചു, അതുപോലെ സന്താന സൗഭാഗ്യം കുടുംബത്തിൽ നൽകി അനുഗ്രഹിച്ച കർത്താവിന് അവർക്ക് വിളിക്കാം. ഈശോയേ. എൻ്റെ പേര് ജാൻസി, ഞാൻ അറബിയിൽ നിന്ന് വരുന്നു. എൻ്റെ മകന് വേണ്ടിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. എൻ്റെ മകൻ ദുബായിൽ ഒരു ജോലിക്ക് വേണ്ടി പോയിരുന്നു. പെട്ടെന്ന് ജോലി കിട്ടുന്നതിന് വേണ്ടി ഇവിടെ വന്ന് ഈശോയുടെ അടുത്ത് പ്രാർത്ഥന കെട്ടിയിടുകയും ജോലി കിട്ടിയാൽ സാക്ഷ്യം പറയാമെന്നും പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായി 2 മാസമായപ്പോൾ തന്നെ ജോലി കിട്ടി. ബന്ധുവിനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും അമ്മ ത്രേസ്യയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ജോലി തടസ്സം മാറി നല്ല ജോലി ലഭിക്കാൻ കർത്താവിടെ വ്യക്തിനെ ഓർത്തുറക്കെ വിളിക്കാം. ഈശോയേ. എൻ്റെ പേര് ഡെൽറ്റ, ഞാൻ നെല്ലിക്കുറ്റിയിൽ നിന്നും വരുന്നു. ഞാൻ +2 എക്സാം കഴിഞ്ഞ് ഇരിക്കുകയായിരുന്നു. എക്സാം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ ആവിലായിൽ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛനും പറഞ്ഞു, ടെൻഷൻ വേണ്ട, നല്ല വിജയത്തോടെ പാസ്സാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു. റിസൾട്ട് വന്നു. വിചാരിച്ചതിലും നല്ല മാർക്ക് കിട്ടി. ഞാൻ പാസ്സായി. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും ആവിലായിൽ അമ്മ ത്രേസ്യയ്ക്കും ബന്ധുവിനായ ഈശോയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു. പരീക്ഷകളിൽ ഉന്നത വിജയം നൽകുന്ന കർത്താവിന് കരമടിച്ച് നന്ദി പറയാം. ഈശോയേ. യേശുവേ സ്തുതി, യേശുവേ നന്ദി. എൻ്റെ പേര് ഷൈനി, അങ്ങാടിക്കടവിൽ നിന്ന് വരുന്നു. സാക്ഷ്യം പറയാൻ താമസത്തിന് ക്ഷമ ചോദിക്കുന്നു. എൻ്റെ മകൻ ജർമ്മൻ ഭാഷ B2 പാസ്സാകുകയും പ്രോസസ്സിങ്ങിനെ കുറിച്ച് താമസം വരികയും ചെയ്തു. അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം പ്രോസസ്സിംഗ് വേഗത്തിലാകുകയും വിസ ഇൻ്റർവ്യൂ കഴിയുകയും ചെയ്തു. കൂടാതെ കുഴൽക്കിണർ കുഴിക്കുന്നതിന് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. നല്ല വെള്ളം കിട്ടി.
ബന്ധിതനായ ഈശോയ്ക്കും ആവിലായിൽ സമ്മതേശിയായിക്കും കർമ്മല മാതാവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാംസനച്ചനും 1000 നന്ദി. എൻ്റെ പേര് എൽസമ്മ, സ്ഥലം വയനാട്. ബന്ധിതനായ യേശുവിൻ്റെ പ്രാർത്ഥന എല്ലാ ദിവസവും ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മകളുടെ വിദേശത്ത് പോകാനുള്ള തടസ്സങ്ങൾ മാറുകയും ചെയ്തു. ഞാൻ വയനാട്ടിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ മഴയും ഉരുൾപൊട്ടലുമായതിനാൽ എനിക്ക് പള്ളിയിൽ വരുവാൻ സാധിക്കുന്നില്ല. നേരിട്ട് വന്ന് സാക്ഷ്യം പറയണമെന്നുണ്ട്, പക്ഷെ വരാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ബന്ധിതനായ യേശുവിന് 1000 നന്ദി. എൻ്റെ പേര് ഷെറിൻ സ്റ്റാൻലി. എൻ്റെ വീട് എറണാകുളം പാലാരിവട്ടമാണ്. ആവിലാസാദിന് വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പരിശുദ്ധമ്മയുടെ സഹായത്തോടെ ഞാൻ BBA ഡിഗ്രി പാസ്സായി, നല്ല മാർക്കോടെ. ആദ്യം ഞാൻ ഫെയിൽഡ് ആയിരുന്നു. എക്സാം ഉള്ളപ്പോഴാണ് ഞാൻ ആകുലപ്പെട്ട് ആവിലായിൽ വന്ന് റാംസനച്ചനെ കണ്ടു. അച്ഛൻ പറഞ്ഞു എല്ലാം ഈശോ നോക്കിക്കോളും എന്ന്. അതുപോലെ എനിക്കും ബുദ്ധിമുട്ടുള്ള വിഷയം പാസ്സാകുവാൻ സാധിച്ചു. ദൈവത്തിന് 100,000 നന്ദി. എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും പിന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും. കരമടിച്ച കർത്താവിന് നന്ദി പറയാം. ഈശോയേ, ഞാൻ മുണ്ടയാമ്പറമ്പിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് ജോസഫ്. എൻ്റെ നാവിൻ്റെ അറ്റത്ത് ഒരു ചെറിയ കുരു പോലെ വന്നു. ഞാൻ അച്ഛനെ കണ്ടു. കാണിച്ചപ്പോൾ അച്ഛൻ ഉമ്മിനീരെടുത്ത് എൻ്റെ കയ്യിൽ തന്നു. എന്നിട്ട് നാവിൽ പുരട്ടുവാൻ പറഞ്ഞു. ഞാൻ അതുപോലെ ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ കുരു അവിടെ കാണാനില്ല. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും ആവിലായിൽ അമ്മ ത്രേസ്യയ്ക്കും ബന്ധിതനായ ഈശോയ്ക്കും 1000 നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. താമസത്തിന് ക്ഷമാവണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റുചൊല്ലാം. ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ ഒരു കോടി മനുഷ്യരെ തിരു രക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ, പ്രേഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ആമേൻ. എൻ്റെ ഈശോയ്ക്ക് 1000 നന്ദി പറഞ്ഞുകൊണ്ട് വത്സമ്മ ചുങ്കക്കുന്ന്. എൻ്റെ മകന് ഹെർണിയുടെ അസുഖം മൂലം ഒത്തിരിയേറെ വിഷമിച്ചു. ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെയും അമ്മ ത്രേസ്യയുടെയും മധ്യസ്ഥം യാചിച്ച് മുട്ടുമേലെഴിഞ്ഞും കെട്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി മകൻ ഓപ്പറേഷനിലൂടെ സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. എനിക്ക് അസിഡിറ്റിയുടെ പ്രശ്നം കാരണം വയറിൽ എന്നും അസ്വസ്ഥതകളായിരുന്നു. ഡോക്ടർമാരെ മാറി മാറി കാണിച്ചിട്ടും ഒരു കുറവുമില്ലായിരുന്നു. ഇവിടെ വന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് സൗഖ്യം തന്ന് അനുഗ്രഹിച്ചു. അതുപോലെ ഒരു സ്ഥലത്തിൻ്റെ അതിര് പ്രശ്നമുണ്ടായിരുന്നു. അത് കോടതി വരെ എത്തിയിട്ടും അതിന് പരിഹാരം ലഭിച്ചില്ല. വർഷങ്ങൾ കടന്നുപോയി. വിളിക്കുമ്പോൾ കോടതിയിൽ പോയിക്കൊണ്ടിരുന്നു. എന്നാൽ ഇവിടെ വന്ന് നിയോഗം വെച്ച് പല പ്രാവശ്യം കെട്ടിയിട്ടു അമ്മ ത്രേസ്യയുടെയും മാതാവിൻ്റെയും മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി കോടതി മുഖേന അല്ലാതെ 2 കൂട്ടരും ഒത്തുതീർപ്പാക്കുകയും അളന്ന് അതിന് അതിര് കെട്ടുവാനും ദൈവം അനുവദിച്ചു. നന്ദി പറയുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മകൾക്ക് OET പരീക്ഷ പാസ്സാകുവാനും വിദേശത്ത് ജോലിയും കൊടുത്ത് അനുഗ്രഹിച്ചു. എൻ്റെ കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഈശോയ്ക്കും മാതാവിനും അമ്മ ത്രേസ്യയ്ക്കും പ്രാർത്ഥിച്ച എല്ലാവർക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് വത്സമ്മ ചുങ്കക്കുന്ന്. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഒത്തിരിയേറെ സാക്ഷ്യങ്ങളുണ്ട്. കോടതിയിൽ നടന്ന കേസിൽ സെറ്റിൽമെൻറ്റായി, അതുപോലെ OET പാസ്സായി, വിദേശത്ത് ജോലി ലഭിച്ചു. എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇവിടെ ഒരുമിച്ച് നമുക്ക് കരമടിച്ച് കർത്താവിന് എന്ന് പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. സെമിൽ ബാബു, ചെറിയരിക്കമല. BSc നഴ്സിംഗ് പരീക്ഷയിൽ ഫസ്റ്റ് ഇയർ എക്സാമിൽ തോൽക്കാനിടയായിരുന്നപ്പോൾ ആവിലായിൽ അമ്മ ത്രേസ്യയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചപ്പോൾ റീവാല്യുവേഷൻ കൊടുത്ത 2 സബ്ജക്റ്റിലും പാസ്സാകുകയും ഒരു സബ്ജക്റ്റ് എഴുതേണ്ടി വന്നെങ്കിലും അതിൽ നല്ല വിജയം സ്വന്തമാക്കുവാൻ സാധിക്കുകയും ചെയ്തു. തുടർന്ന് എല്ലാ എക്സാമിലും കൂടുതൽ മാർക്കോടുകൂടി പാസ്സാകുവാൻ ഇടയാക്കിയ ഈശോയ്ക്കും ആവിലാമ്മയ്ക്കും നന്ദി പറയുന്നു. നന്ദി പറയാം. ഈശോയേ. എൻ്റെ പേര് സെലിൻ, സ്ഥലം പെരുമ്പുന്ന. ചേച്ചിക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എന്നിങ്ങനെ പല നിരവധി രോഗങ്ങളായി 6 മാസമായി ചികിത്സയിലായിരുന്നു. 6 മാസമായി ചോറ് കഴിച്ചിട്ട് ചേച്ചി. ആവിലായിൽ നേർച്ചക്കഞ്ഞി കുടിച്ചിട്ട് ചോറ് കഴിക്കുവാൻ തുടങ്ങിയാൽ സാക്ഷ്യം എഴുതിയിട്ട് അറിയിക്കാമെന്ന് നേർന്ന് പിറ്റേ ദിവസം തുടങ്ങി ചോറ് കഴിച്ചു തുടങ്ങി. ഇപ്പോൾ അസുഖം മാറിക്കിട്ടി. ആവിലായിൽ അമ്മ ത്രേസ്യയ്ക്കും ബന്ധിതനായ ഈശോയ്ക്കും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. ഈശോയേ. ആവിലായിൽ അമ്മ ത്രേസ്യയ്ക്കും ബന്ധസ്ഥനായ ഈശോയ്ക്കും കർമ്മല മാതാവിനോടും ഉണ്ണീശോയോടും നന്ദി പറയുന്നു.
എൻ്റെ പേര് ഷൈല ഷാജി, സ്ഥലം കരിക്കോട്ടക്കരി. ഞാൻ എൻ്റെ മകൻ ഡോണിന് വേണ്ടിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. ഡോൺ 1 വർഷമായി ജർമ്മൻ ഭാഷ പഠിക്കുകയായിരുന്നു. 3 തവണ പരീക്ഷ എഴുതി 3ാമത്തെ പ്രാവശ്യം B1 പാസ്സായി. പരീക്ഷ വിജയിച്ചതിന് ആവില അമ്മയ്ക്കും ബന്ധസ്ഥനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ഉണ്ണീശോയ്ക്കും പ്രാർത്ഥിച്ച റാംസനച്ചനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് ഷാലറ്റ്. ഞാൻ കാരാപറമ്പിൽ താമസിക്കുന്നു. ഞാൻ നഴ്സിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. നഴ്സിംഗ് പഠിക്കുവാൻ എനിക്ക് വിഷമമായിരുന്നു. അതിനാൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ എന്നിങ്ങനെ ചില സബ്ജക്റ്റുകൾ കിട്ടാതെ പോയി. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി സപ്ലിമെൻ്ററി പരീക്ഷ എഴുതിയതിൽ കിട്ടി. തേർഡ് ഇയർ പരീക്ഷ എനിക്ക് വിഷമമായിരുന്നു. ഇവിടെ വന്ന് മുട്ടയിൽ നീന്തി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഉന്നത വിജയം കിട്ടി. ബന്ധുദിനായ ഈശോയ്ക്കും കർമ്മല മാതാവിനോടും ആവിലായിലെ അമ്മയോടും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനോടും 1000 നന്ദി പറയുന്നു. നന്ദി പറയാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് ഗ്രേസി. ഞാൻ കാരാപറമ്പിൽ താമസിക്കുന്നു. എനിക്ക് ഡെങ്കി ഫീവർ വന്ന് ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കാണിച്ചു. അവിടെ നിന്ന് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് 44,000 കുറയുന്നതിനാൽ എന്നെ അവിടെ നിന്നും മിംസ് ഹോസ്പിറ്റലിലേക്ക് മാറ്റി. അവിടെ ചെന്ന് എൻ്റെ കൗണ്ട് നോക്കിയപ്പോൾ 20,000 കുറഞ്ഞു. അടുത്ത ദിവസം രാവിലെ നോക്കിയപ്പോൾ കൗണ്ട് 8,000 കുറഞ്ഞു. അന്ന് തന്നെ 4 കുപ്പി പ്ലേറ്റ്ലെറ്റ് കയറണമെന്ന് ഡോക്ടർ പറഞ്ഞു. അന്ന് രാത്രി എൻ്റെ ഭർത്താവും മകളും മാവിലായിൽ വന്ന് ആരാധന കൂടി പ്രാർത്ഥിച്ച് അച്ഛനെ കണ്ട് എൻ്റെ ഭാര്യ അത്യാസന്ന നിലയിലാണെന്ന് പറഞ്ഞു. ഫോണിലൂടെ എനിക്ക് പ്രാർത്ഥന നിയോഗം ചൊല്ലിത്തന്നു. ഞാൻ രാത്രി മുഴുവൻ പ്രാർത്ഥന ചൊല്ലി. പിറ്റേന്ന് രാവിലെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നോക്കിയപ്പോൾ 54,000 കൂടി. ബന്ധുദിനായ ഈശോയ്ക്കും കർമ്മല മാതാവിനോടും ആവിലായിലെ അമ്മയോടും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാംസനച്ചോടും നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ചൊല്ലാം. ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ ഒരു കോടി മനുഷ്യരെ രക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ, പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ആമേൻ. എൻ്റെ പേര് ലീലാമ്മ. ബാംഗ്ലൂരിലാണ് താമസം. ഞങ്ങൾ ആവിലാപ്പള്ളിയിൽ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കൈയുടെ വരത്തിന് വേദന തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ആയുർവേദവും അലോപ്പതിയും ഒക്കെ ചെയ്തിട്ടും മാറിയില്ല. റാംസൺ അച്ഛനോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചു. അച്ഛൻ പ്രാർത്ഥിച്ചു. ഞങ്ങൾക്കൊരു പ്രാർത്ഥന പറഞ്ഞു തന്നു. ഇപ്പോൾ എൻ്റെ വേദന മാറി. എൻ്റെ ഹസ്ബൻഡിന് ശരീരം മുഴുവൻ അലർജി കൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. 2-3 ഡോക്ടർമാരെ കണ്ടിട്ട് മരുന്ന് കഴിച്ചു. മരുന്ന് കഴിക്കുമ്പോൾ കുറയും, വീണ്ടും വരും. റാംസനച്ചൻ പ്രാർത്ഥിച്ചു, അതും മാറി. ഞങ്ങൾ ഇത്രയുമേറെ അനുഗ്രഹിച്ച ബന്ധുദിനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും അമ്മ ത്രേസ്യായ്ക്കും റാംസനച്ചനും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം. ഈശോയേ, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് റെനി കണിച്ചാർ. 2019 വെക്കേഷൻ വന്നപ്പോഴാണ് ഞാൻ ആദ്യമായി ആവിലാസത്തിൽ വരുന്നത്. 12 വർഷമായി വീട് വാങ്ങാനായിട്ടുള്ള ശ്രമമായിരുന്നു. എന്നാൽ നടന്നിരുന്നില്ല. ഇവിടെ വന്ന് മുട്ടുമേൽ വലിഞ്ഞ് സ്വന്തമായൊരു വീടും ജോലിയിൽ പ്രൊമോഷൻ പിന്നെ കല്യാണവും നടക്കുവാണെങ്കിൽ അടുത്ത വരവിന് സാക്ഷ്യം എഴുതിയിട്ടേക്കാമെന്ന് പ്രാർത്ഥിച്ചു. എന്നാൽ അവിടെ നിന്ന് തിരിച്ചപ്പോൾ കൊറോണ വന്നത് മൂലം കാര്യങ്ങൾ കൂടുതൽ വഷളായി. 8 മാസത്തോളം ജോലിയില്ലാതെ റൂമിൽ ഇരിക്കേണ്ടി വന്നു. എങ്കിലും ഞാൻ വിശ്വാസം കൈവിടാതെ പ്രാർത്ഥിച്ചു. 2022 എനിക്ക് ജോലി ഉയർച്ച ഉണ്ടാകുകയും 2022 തന്നെ നല്ല ഒരു വീട് വാങ്ങുവാനും സാധിച്ചു. 2023 കല്യാണം കഴിയുകയും ചെയ്തു. എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകിയ ബന്ധുദിനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന റാംസനച്ചനും നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. 3 അനുഗ്രഹങ്ങളാണ്: ജോലിയിൽ പ്രമോഷൻ, വീട്, അതുപോലെ വിവാഹം. 3 നൽകിയ കർത്താവിൻ്റെ നാമം നമുക്ക് ഉറക്കെ വിളിക്കാം. ഈശോയേ. എൻ്റെ പേര് അമൽജിത്ത്. ഞാൻ വട്ടിയാന്തോട് നിന്നാണ് വരുന്നത്. എൻ്റെ കാലിൽ വളം കടിച്ച് പ്രശ്നമായിരുന്നു. അപ്പോൾ അച്ഛനെ വന്ന് കണ്ടു. അച്ഛൻ കാലിൽ തൊട്ടപ്പോഴേ കാല് ശരിയായി. ബന്ധുദിനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവിലെ അമ്മ ത്രേസ്യയ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാംസനച്ചോടും ഒത്തിരി നന്ദി. കരമടിച്ച് നന്ദി പറയാം. ഈശോയേ. എൻ്റെ പേര് ബാലാമണി. വീർപ്പാടാണ് എൻ്റെ വീട്. എനിക്ക് വയറുവേദനയും വയറ്റിൽ ഒഴിച്ചിലുമായിരുന്നു. വയറിന് തടിപ്പും ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാനും ബുദ്ധിമുട്ടായിരുന്നു. ഭക്ഷണത്തോടൊപ്പം കറിയൊന്നും കഴിക്കുവാൻ പാടില്ലായിരുന്നു. പല ഡോക്ടർമാരെ കാണിച്ചിട്ടും സുഖമായില്ല.
അങ്ങനെയിരിക്കെ ഞാൻ റാംസൺ അച്ഛനെ വന്ന് കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ അസുഖം പൂർണ്ണമായും സൗഖ്യപ്പെട്ടു. ഈശോയെ നന്ദി, യേശുവെ സ്തുതി. ബന്ധുവിനായ ഈശോയ്ക്കും അമ്മ ത്രേസ്യയ്ക്കും കർമ്മലനാഥയ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാംസൺ അച്ഛനും ഒത്തിരി നന്ദി. കരമടിച്ച കർത്താവിന് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം. ഈശോയേ. എൻ്റെ പേര് റീന. എൻ്റെ വീട് കണ്ണൂർ. എനിക്ക് പെട്ടെന്ന് നെഞ്ചുവേദന വന്നു. കണ്ണൂർ ഹോസ്പിറ്റലിൽ കാണിച്ചു. ഗ്യാസിൻ്റെ ഇഞ്ചക്ഷനും ECGയും എടുക്കുവാൻ ഡോക്ടർ പറഞ്ഞു. അതുപോലെ ചെയ്തു. അപ്പോൾ അതിൽ കംപ്ലൈൻറ്റ് ഉണ്ടെന്നും ഉടൻ അഡ്മിറ്റ് ആവണമെന്നും ഒരു ബ്ലഡ് ടെസ്റ്റ് കൂടെ ചെയ്യണമെന്നും പറഞ്ഞു. ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ലേ എന്ന് ഈശോയോട് പ്രാർത്ഥിച്ചു. ആവിലാപ്പള്ളിയിൽ മെഴുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചു. റിസൾട്ട് വന്നപ്പോൾ ഒരു പ്രശ്നവുമില്ല. ഹാർട്ടിൻ്റെ സ്കാൻ ചെയ്തു. അതിലും ഒരു പ്രശ്നവുമില്ല. നന്ദിയായി കഴിഞ്ഞ ആഴ്ച വന്ന് മെഴുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. നന്ദി പറയാം. ഈശോയേ. ദൈവനാമത്തിന് മഹത്വം. എൻ്റെ പേര് ആലീസ്. എടൂർ ഇടവാംഗമാണ്. എൻ്റെ മകൻ OET എക്സാം പാസ്സായാൽ ആവിലായിൽ വന്ന് അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യം പറയാമെന്ന് ഞങ്ങൾ നേർന്നിരുന്നു. പരീക്ഷ കഴിഞ്ഞപ്പോൾ ഒരു വിഷമവും ഇല്ലാതെ ഒരു വിഷയം വളരെ ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും വിശ്വാസം കൈവെടിയാതെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് വിജയം അനുഗ്രഹിച്ചു. ഈ വലിയ അനുഗ്രഹം നൽകിയ ബന്ധുവിനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും അമ്മ ത്രേസ്യയ്ക്കും 1 കോടി നന്ദി പറയുന്നു. OET പരീക്ഷയിൽ വിജയം നൽകിയ കർത്താവിന് കരമടിച്ച് നന്ദി പറയാം. ഈശോയേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സിന്ധു. സ്ഥലം എടൂർ. വിദേശത്തുള്ള എൻ്റെ മകന് PR ലഭിക്കുന്നതിന് IELTSൻ്റെ ഒരു പരീക്ഷയുണ്ടായിരുന്നു. അത് പാസ്സാകുവാൻ അച്ഛനോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചു. റിസൾട്ട് വന്നപ്പോൾ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ സ്കോർ ലഭിച്ചു. അതുപോലെ എൻ്റെ വലത് കൈമുട്ട് ടെന്നീസ് എൽബോ ആയിരുന്നു. ഒരു കപ്പ് വെള്ളം പോലും എടുക്കുവാൻ പറ്റാത്ത അവസ്ഥ. പല സ്ഥലത്തു നിന്നും മരുന്ന് വാങ്ങി. ഒരു കുറവുമില്ലായിരുന്നു. സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. ഞാൻ യേശുനാമജപം കൂടുവാൻ വരികയും അച്ഛൻ എൻ്റെ കയ്യിൽ തൊട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷം എൻ്റെ കൈയുടെ വേദന പൂർണ്ണമായി മാറിക്കിട്ടി. 10 വർഷത്തോളമായി നടുവേദന ഉണ്ടായിരുന്നു. അച്ഛൻ പ്രാർത്ഥിച്ചതിന് ശേഷം അതും മാറിക്കിട്ടി. ഇത്രയും വലിയ കൃപകൾ നൽകി അനുഗ്രഹിച്ചതിന് ബന്ധുവിനായ ഈശോയ്ക്കും അമ്മ ത്രേസ്യയ്ക്കും കർമ്മല മാതാവിനും എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും കോടാനുകോടി നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. വിദേശത്ത് IELTS പാസ്സായി PR-നുള്ളത് ആ സ്കോർ ലഭിച്ചു. അതുപോലെ ടെന്നീസ് എൽബോ എന്ന് പറയുന്ന കൈമുട്ടിന് വരുന്ന രോഗം മാറി. 10 വർഷത്തോളം ഉണ്ടായിരുന്ന നടുവേദനയും കർത്താവ് സുഖപ്പെടുത്തി. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. നമുക്ക് ഇരുകരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ചൊല്ലാം. ഈശോയേ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ തിരു രക്തത്താൽ കഴുകണമേ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ. പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഇവിടെ വരുന്ന എല്ലാവർക്കും നൽകപ്പെടുന്ന പ്രാർത്ഥനയാണിത്. ഈ പ്രാർത്ഥന ഇപ്പോൾ തന്നെ എല്ലാ ദിവസവും 33 പ്രാവശ്യം ചൊല്ലുന്നവർ ഒന്ന് കരമുയർത്താവോ? കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഒത്തിരിയേറെ മക്കളുണ്ട്. ഈ പ്രാർത്ഥന ലഭിച്ചിട്ടില്ലാത്തവർക്ക് സ്റ്റാളിൽ നിന്ന് ഈ പ്രാർത്ഥന കാർഡ് കളക്ട് ചെയ്യാവുന്നതും എല്ലാ ദിവസവും കാലത്ത് എഴുന്നേൽക്കുമ്പോൾ തന്നെ 33 പ്രാവശ്യം ഈ പ്രാർത്ഥന ചൊല്ലുക. ഒരു തിരിയൊക്കെ കത്തിച്ച് ഈ പ്രാർത്ഥന ചൊല്ലി 101 പ്രാവശ്യം ഈശോയേന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. മറ്റ് സമയങ്ങളിലും ഈ പ്രാർത്ഥന ചൊല്ലാവുന്നതാണ്. എൻ്റെ ഈശോയ്ക്ക് നന്ദി. എൻ്റെ പേര് ജോയ്സ്. ഞാൻ നേഴ്സിംഗ് പഠിക്കുന്നു. എനിക്ക് നേഴ്സിംഗ് പരീക്ഷയിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എല്ലാ സെമസ്റ്റർ പരീക്ഷയും ജയിപ്പിച്ചു തന്ന എൻ്റെ ബന്ധുവിനായ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ആവില അമ്മയ്ക്കും 1 കോടി നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. അത്ഭുതങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാ ഉണരാ ഉണരാ. എൻ്റെ പേര് മണ്ഡലം ലൂസി. ഞാൻ 9 മാസമായി എൻ്റെ ഈ കൈയുടെ വേദനയായിട്ട് ഒരു പണി പോലും ചെയ്യത്തില്ലായിരുന്നു. കൈയുടെ കുഴയ്ക്ക് വേദനയും വെള്ളമൊന്നും എടുക്കത്തില്ലായിരുന്നു. മൈക്ക് നോക്കി പറയിച്ച്. ആശുപത്രിയിൽ പോയി എക്സ്റേ എടുത്തു. അപ്പം അവർ പറഞ്ഞു ഈ എല്ലിൻ്റെ ഇടയ്ക്ക് ഒരു പാടയുടെ സംഭവമുണ്ട്, അത്
ചെറിയ പ്ലംബിൻ്റ് ആയിട്ടുണ്ട്. അത് ഓപ്പറേഷനും വേണം, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ വെക്കണം. ഇതെല്ലാം ചെയ്ത് മരുന്നെല്ലാം കുടിച്ചു, എന്നിട്ടൊന്നും ഒരു കുറവുമില്ല. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച പോയി MRI എടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ തിരിച്ചു വന്നു. ഇവിടെ വന്ന് അച്ഛനെ കണ്ട് ചൊവ്വാഴ്ച രാവിലെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ പ്രാർത്ഥിച്ച ഫലമായി ബെൽറ്റിട്ട കൈയായിരുന്നു, അഴിച്ചു മാറ്റി. ഇപ്പം ഒരു കുഴപ്പമില്ല. 9 മാസമായിട്ട് ഈ കൈ കൊണ്ട് ഒന്നും ചെയ്യത്തില്ലായിരുന്നു. ഈ തന്ന ദൈവത്തിന് 1000 നന്ദി പറയുന്നു. അച്ഛനും 1000 നന്ദി പറഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, വലിയൊരു സാക്ഷ്യമാണ്. നമ്മൾ ചേച്ചി കൈവേദന എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ഓർമ്മയുണ്ടായിരുന്നില്ല. ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. കയ്യിൽ വലിയൊരു ഇതൊക്കെ ബെൽറ്റൊക്കെ ഇട്ടിട്ടാണ് സഹോദരി ഇവിടെ വന്നത്. 9 മാസമായിട്ട് ഒരു ഗ്ലാസ് ചായ പോലും ഇങ്ങനെ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ഓപ്പറേഷൻ ചെയ്യണം, MRI ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരിക്കും. MRI എടുക്കണം അടുത്ത ആഴ്ച. അതിനൊക്കെ ഫിക്സൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇവിടെ വന്നത്. 9 മാസത്തെ വേദന കർത്താവ് ഒരു നിമിഷം കൊണ്ട് എടുത്തു മാറ്റുകയും ഇപ്പോൾ എല്ലാ ജോലികളും ചെയ്യാൻ പറ്റുന്ന നിമിഷം. മരുന്നോ ലേപനോ ഔഷധമോ അല്ല, ഇവിടുത്തെ വചനമാണ്. ഒത്തിരിയേറെ പല പരിപാടികളൊക്കെ ചെയ്തു നോക്കിയായിരുന്നു. ഇഞ്ചക്ഷനൊക്കെ ഞരമ്പിലൊക്കെ എടുക്കുന്ന എല്ലാം ചെയ്തു നോക്കി, ഒന്നും നടന്നില്ല. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ സുഖപ്പെടുത്തി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. കാറ്റും കടലും പാപം നീങ്ങി സൗഖ്യം നേടിയ യേശുനാമത്തിൽ. എൻ്റെ പേര് സിസി, എൻ്റെ ഹസ്ബൻഡ് റോയി. ഞങ്ങൾ ചെമ്മന്തൊട്ടിയിൽ നിന്നാണ് വരുന്നത്. പ്രിയപ്പെട്ടവരെ, വിവാഹം കഴിഞ്ഞ് 23 വർഷങ്ങളായ ഒരു കുടുംബത്തിൻ്റെ 3ാമത്തെ കുട്ടിയാണ്. നമുക്ക് സാക്ഷ്യം കേൾക്കാം. ഇത് ഞങ്ങളുടെ 3ാമത്തെ കുഞ്ഞാണ്. ഈ കുഞ്ഞിനെ ഈശോ ഞങ്ങൾക്ക് തരുമ്പോൾ എനിക്ക് 45 വയസ്സ് പ്രായമുണ്ടായിരുന്നു. കൺസീവ് ആണെന്ന് അറിഞ്ഞ ഉടൻ തന്നെ ഞങ്ങൾ ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത്, ഈ പ്രായത്തിൽ കുഞ്ഞുങ്ങളുണ്ടായാൽ കുഞ്ഞിന് വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ഡൗൺ സിൻഡ്രോം ഉണ്ടാകാനുള്ള സാധ്യതയും വളരെയേറെയാണ്. അതുപോലെ തന്നെ അമ്മയ്ക്കും വളരെയേറെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ വളരെയേറെ ആലോചിച്ച് മാത്രം ഈ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്താൽ മതിയെന്നാണ് പറഞ്ഞത്. എന്ത് വന്നാലും ഞങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്യും, ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ വേണമെന്ന് ഞങ്ങൾ ഡോക്ടറോട് പറഞ്ഞു. ഞങ്ങൾ സെക്കൻഡ് ഒപ്പീനിയനായി മറ്റൊരു ഡോക്ടറെയും പോയി കണ്ടു. ആ ഡോക്ടറും ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. ആ സമയം എനിക്ക് വെരിക്കോസ് വെയിൻ മൂലം വളരെ ഭയങ്കരമായ വേദനയായിരുന്നു. 2021 നവംബർ മാസത്തിൽ ഞങ്ങളിവിടെ പ്രാർത്ഥിക്കാനായി വരികയും അച്ഛനെ കാണുകയും ചെയ്തു. അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു, ഈ കുഞ്ഞ് ഈശോ നിങ്ങൾക്ക് തന്ന ഒരു സമ്മാനമാണ്. കുഞ്ഞിനോ അമ്മയ്ക്കോ യാതൊരു കുഴപ്പവും ഈശോ വരുത്തുകയില്ലെന്നും എല്ലാ ദിവസവും വയറിന് മുകളിൽ കൈകൾ വെച്ച് ഇത് ഈശോയുടെ കുഞ്ഞാണ്, ഈശോ ഈ കുഞ്ഞിനെ നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞു. ഞങ്ങൾ എല്ലാ ദിവസവും അതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവാനുഗ്രഹത്താൽ പ്രഗ്നൻസി കാലഘട്ടത്തിലോ ഡെലിവറി സമയത്തോ എനിക്കോ കുഞ്ഞിനോ യാതൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. 2022 ജൂലൈ 2 യാതൊരു വൈകല്യവുമില്ലാത്ത പൂർണ്ണ ആരോഗ്യതയായ ഒരു പെൺകുഞ്ഞിനെ നൽകി ഈശോ ഞങ്ങളെ അനുഗ്രഹിച്ചു. ബന്ധുവിനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കോടാനുകോടി നന്ദി. അതുപോലെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഞങ്ങളെ ധൈര്യപ്പെടുത്തിയ റാംസുൽ അച്ഛനും ഒത്തിരിയേറെ നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, 45ാമത്തെ വയസ്സിൽ പ്രഗ്നൻ്റ് ആണ് എന്ന് റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു റിസ്ക്കാണ്, അംഗവൈകല്യം ഉണ്ടാവാം, ഡൗൺ സിൻഡ്രോം ഉണ്ടാവാം, അതുപോലെ അമ്മയ്ക്കും കുഞ്ഞിനൊക്കെ റിസ്ക്കാണ് എന്നൊക്കെ പറഞ്ഞ് പരമാവധി ഫസ്റ്റ് ഒപ്പീനിയനും സെക്കൻഡ് ഒപ്പീനിയനും ഒക്കെ പേടിപ്പിച്ച് നിങ്ങൾ വേഗം ആലോചിച്ച് തീരുമാനിക്കും. എന്താണെന്ന് നിങ്ങൾക്കറിയാം, ആലോചിക്കാമെന്ന്. അപ്പോൾ അങ്ങനെയാണ് ഇവരിവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തത്. ഉദരത്തിൽ കൈവച്ചൊരു കൊന്തയൊക്കെ പിടിച്ച് വയറ്റിൽ വെച്ചിട്ട് രണ്ടുപേരും കൂടി പ്രാർത്ഥിച്ചു. ഉദരത്തിലുള്ളത് ഈശോയുടെ കുഞ്ഞാണ്, ഈശോ കുഞ്ഞിനെ സ്നേഹിക്കുന്നു, ഈശോ പൂർണ്ണ ആരോഗ്യത്തോടുകൂടെ ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാ 45
55-ാമത്തെ വയസ്സിൽ കുഞ്ഞുണ്ടായ ആ കുഞ്ഞിങ്ങനെ ഇരിക്കും കേട്ടോ. അവർക്ക് വിളിച്ചേ ഈശോയേ. പ്രിയപ്പെട്ടവരെ, അച്ഛനെ പ്രസവിക്കുമ്പോൾ അച്ഛൻ്റെ അമ്മച്ചിക്ക് 43 വയസ്സുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ബിന്ദു. ഞാൻ ചിറ്റാരിക്കാല മണ്ഡപം എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. എനിക്ക് നിപ്പിൾ ഡിസ്ചാർജ് ആയിട്ട് ഞാൻ ആശുപത്രിയിൽ ചെന്നു. ഡോക്ടർ മാമോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. മാമോഗ്രാം ചെയ്തു. സ്കാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് തന്നെ കാണാമായിരുന്നു 3 മുഴകൾ അവിടെ ഡോക്ടർ അടയാളപ്പെടുത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ മാമോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്ക് ശേഷമേ അതിൻ്റെ റിസൾട്ട് നമുക്ക് കയ്യിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ റിസൾട്ട് വാങ്ങാൻ വേണ്ടി ചെന്ന സമയത്ത് അന്ന് ഡോക്ടർ ഇല്ലായിരുന്നു. രാവിലെ ഞാൻ 4:30 ബസ്സിനാണ് പോയത്. അവിടെ ചെന്ന് ഡോക്ടർ ഇല്ലാതിരുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എൻ്റെ ഒരു സഹോദരൻ എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും മകനാണ് എന്ന്. പക്ഷേ അല്ല, ഒരു ഹൈന്ദവ സഹോദരനാണ്. രതീഷ് എന്നാണ് ആ സഹോദരൻ്റെ പേര്. അവൻ വളരെ നേരത്തെ മുതലേ എന്നോട് പറയുമായിരുന്നു, ചേച്ചി ഇവിടെ ഒരു ആവിലാസതൻ എന്ന് പറഞ്ഞിട്ട് ഒരു പള്ളിയുണ്ട്, അവിടെ വന്ന് ചേച്ചി പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ആലോചിച്ചു, എന്നാൽ പിന്നെ ഇന്ന് ഞാൻ ജോലിയൊക്കെ ലീവ് എടുത്ത് വന്നതാണ്. ചെന്ന് കഴിഞ്ഞിട്ടും എനിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ വരാമെന്ന് വിചാരിച്ച് വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ അവനെ വിളിച്ചു പറഞ്ഞു, ഇന്നണക്ക് അച്ഛനൊന്നുമില്ല, എന്നെ ചെയ്യുന്ന അറിയത്തില്ല. ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വീട്ടിലുള്ളവരോടും പറഞ്ഞു, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നിട്ട് അച്ഛനെ ഒന്ന് കാണാനും പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ അനിയത്തി പറഞ്ഞു, ചേച്ചി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, അച്ഛനെ കാണാൻ വേണ്ടി പറ്റുമെന്ന്. അച്ഛനെ കണ്ടു, പ്രാർത്ഥിച്ചു. കൗൺസിലിങ്ങിനൊന്നും ഒരവസരവും ഇല്ലായിരുന്നു. ഞാൻ തിരിച്ചുപോയി പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ തയ്യാറായിരിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് കൗൺസിലിംഗ് ഒന്നും കിട്ടാത്തത് കാരണം എനിക്കൊരു എന്താ പറയുക, ഒരു സംശയമായിരുന്നു. ഇതിനെന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അനുജൻ അവൻ പറഞ്ഞു, ചേച്ചി അച്ഛനെ കണ്ടു, അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ കാര്യം വളരെ കറക്റ്റായിരിക്കും, ചേച്ചി ഒന്നും കൊണ്ടും വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. പിറ്റേ ബുധനാഴ്ചയെന്നു റിസൾട്ട് കിട്ടി. ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇതിൻ്റെ അകത്ത് 3 മുഴകളുണ്ട്. അപ്പോൾ അതിൽ ആ വലിയ മുഴയ്ക്കകത്ത് നിന്ന് കുത്തിയെടുത്ത് പരിശോധിക്കേണ്ടത് ആവശ്യമാണ് എന്ന് പറഞ്ഞു. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ എനിക്കിപ്പോൾ അങ്ങനെ ഒരു മുഴയുടേതായിട്ടുള്ള യാതൊരു പ്രശ്നങ്ങളും കാണുന്നില്ല. ഡോക്ടർ എന്നിട്ട് വന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ മുഴകളൊന്നും അവിടെ ഇല്ല. ഡോക്ടർ എന്നോട് ചോദിച്ചു, ഈ മുഴകൾ നിങ്ങൾ എവിടെയാണ് കളഞ്ഞതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ ഡോക്ടറെ ആ മുഴ പോയ വഴി എനിക്കറിയില്ല എന്ന് പറഞ്ഞു. 1 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച 26-ാം തീയതി അച്ഛൻ്റെ അടുത്ത് വന്ന് കൗൺസിലിംഗ് ചെയ്തു. അച്ഛൻ പറഞ്ഞു, ഈശോ തന്ന അനുഗ്രഹത്തിന് ഇവിടെ വന്ന് തന്നെ സാക്ഷ്യം പറയണം. അപ്പോൾ ഇന്നത്തെ ഈ മഴയുടെ സാഹചര്യത്തിൽ വീട്ടിൽ നിന്ന് പോരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, മഴയും കാറ്റും ഒക്കെയാണ്, അടുത്ത ആഴ്ച പോയി സാക്ഷ്യം പറഞ്ഞാൽ മതിയെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞു, 1 മാസം താമസിച്ചു, ഇപ്പം തന്നെ വൈകിപ്പോയി, ഇനി അടുത്ത ആഴ്ച സാക്ഷ്യം പറയാൻ ഞാനില്ല എങ്കിൽ ദൈവം എനിക്ക് തന്ന അനുഗ്രഹം മറ്റുള്ളവരോട് പറയാൻ എനിക്കൊരു അവസരം കിട്ടിയില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രിയപ്പെട്ടവരെ, ഒത്തിരി നന്ദി. നിപ്പിൾ ഡിസ്ചാർജ് ഇങ്ങനെ കൂടിയപ്പോഴാണ് ആശുപത്രിയിൽ പോവുകയും മമോഗ്രാം ചെയ്യുകയും 3 വലിയ മുഴകൾ ഉള്ളതായിട്ട് കാണുകയും ഒക്കെ ചെയ്തത്. മമോഗ്രാമിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചാണ് ഡോക്ടർ പറഞ്ഞത് അടുത്ത വേഗം കുത്തിയെടുത്ത് ബയോപ്സിക്ക് അയക്കണമെന്ന്. അങ്ങനെ പറയുന്നതിന് തൊട്ട് മുമ്പ് ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. കുത്തിയെടുക്കാനായിട്ട് നോക്കുമ്പോൾ ഉണ്ടായിരുന്ന മുഴ അവിടെ ഇല്ല. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം, ഈശോയേ. ബ്രസ്റ്റിലുണ്ടായിരുന്ന വലിയ 3 മുഴകളും, അതായത് ക്യാൻസറസ് ആണ് എന്ന് സംശയിക്കുന്ന മുഴകൾ കർത്താവ് തൻ്റെ നാമത്തിൻ്റെ യോഗ്യതകളാൽ എടുത്തു മാറ്റിയതിനെ ഓർത്ത്, വചനം അയച്ച് കർത്താവ് സുഖപ്പെടുത്തിയതിനെ ഓർത്ത് ഉറക്കെ വിളിക്കാം, ഈശോയേ. അത്ഭുതങ്ങളും അടയാളങ്ങൾ യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാ. എൻ്റെ പേര് ലിൻഡ. ഞാൻ കണിച്ചാറടവിയിൽ നിന്നും വരുന്നു. എൻ്റെ ആങ്ങളയുടെ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായിട്ടും കുട്ടികളുണ്ടായിരുന്നില്ല.
ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു. ആവിലെ അമ്മയ്ക്കും ബന്ധുവിനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും. ആങ്ങളുടെയും ഭാര്യയുടെയും പേരൂടെ പറഞ്ഞേക്കെ. ആങ്ങളുടെ പേര് ലിജോ കണിച്ചാറ്, ഭാര്യ നീനു. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം ഉണരാം ഉണരാം. വിളിക്കാം ഈശോയേ. എൻ്റെ പേര് സൂസമ്മ. ഞാൻ കൊടിയാമലയിൽ നിന്ന് വരുന്നു. എൻ്റെ വലതു കൈക്ക് വേദനയായിട്ട് ഞാൻ ഒരുപാട് ആശുപത്രികളിൽ പോയി, എങ്കിലും ഫലമുണ്ടായില്ല. ഞാൻ അച്ഛൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് എന്നോട് സാക്ഷ്യം പറയാൻ ഒരുങ്ങിക്കൊള്ളാൻ പറഞ്ഞു. അതിൻ്റെ ഫലമായി ഇന്ന് വരെ എനിക്ക് കൈവേദന ഉണ്ടായിട്ടില്ല. ഒരു മരുന്ന് പോലും അത് കഴിഞ്ഞാൽ പിന്നെ കഴിക്കേണ്ടിയും വന്നിട്ടില്ല. എനിക്ക് ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും അമ്മ ത്രേസ്യയ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 6 വർഷമായിട്ടുണ്ടായിരുന്ന വേദനയാണ്. പല ആശുപത്രികളിലൊക്കെ പോയി പല ചികിത്സകളൊക്കെ ചെയ്തെങ്കിലും വേദന മാറിയില്ല. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ഇവിടെ അമ്മ ത്രേസ്യയുടെ തിരുനാളിന് സമയത്ത് ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ അടുത്ത തിരുനാളാകാൻ പോകുന്നു. ഈ ഒരു വർഷത്തിനുള്ളിൽ ഒരു വേദനയും ഉണ്ടായില്ല. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം ഈശോയേ. അന്തർ കണ്ടതും ചെകിട കേട്ടതും യേശുനാമത്തിൽ മരണം തോറ്റതും യാസറുയർത്തതും യേശുനാമത്തിൽ. എൻ്റെ പേര് ശ്രുതി. ഞാൻ എടത്തൊട്ടിന്ന് വരുന്നു. 4 വർഷമായിട്ട് ഞങ്ങൾക്ക് കുട്ടികളില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഒരുപാട് പ്രാർത്ഥിക്കുകയും അച്ഛനെ കാണുകയൊക്കെ ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഒരു കുഞ്ഞ് ജനിച്ചു. ഈ മാസം 26-ാം തീയതി എൻ്റെ കുഞ്ഞിന് 1 വയസ്സാവും. എല്ലാവരും നിങ്ങൾ കൊച്ചിന് വേണ്ടി കൈയടിച്ച് കർത്താവിന്. ശ്രുതി എന്നല്ലേ പേര്. എടത്തൊട്ടിയിലാണ് വീട്. ഭർത്താവിൻ്റെ പേര് ജിജോ എന്നാണ്. എന്നാണ് ഇവിടെ വന്നത്, പ്രാർത്ഥിക്കാൻ വന്നത്? 3 വർഷം വന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അതും സാധിക്കും.